വിവാഹവുമായി ബന്ധപ്പെട്ട് ഓരോ നാട്ടിലും വ്യത്യസ്ത ആചാരങ്ങളാണുള്ളത്. പലപ്പോഴും വിവാഹ ചടങ്ങുകളുടെ ഭാഗമായാണ് ഇത്തരം ആചാരങ്ങൾ പിന്തുടരുന്നത്. എന്നാൽ ചില വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ വിചിത്രമായ പല അനാചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യമായ മൗറിറ്റാനിയയിലുമുണ്ട് അത്തരമൊരു ആചാരം. വധുവാകാൻ ഒരുങ്ങുന്ന പെൺകുട്ടി തടിച്ചു കൊടുത്തിരിക്കണമെന്ന ചിന്തയിൽ അമിതമായി ഭക്ഷണം നൽകി ബുദ്ധിമുട്ടിക്കുന്നതാണ് ഇവിടുത്തുകാരുടെ രീതി. മെലിഞ്ഞ ശരീരം സൗന്ദര്യമില്ലായ്മയായാണ് ഇവർ കണക്കാക്കുന്നത്. രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്ന മൂർസ് വിഭാഗക്കാർക്കിടയിൽ ഈ ചിന്താഗതി പ്രബലമാണ്. അതിനാൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ പലപ്പോഴും 5 വയസ്സാകുന്ന സമയം മുതൽ ഇവർ പെൺകുട്ടികൾക്ക് അമിതമായി ആഹാരം നൽകി തുടങ്ങും. ചെറുപ്പം മുതലേ അമിതവണ്ണമുള്ള ശരീരപ്രകൃതമായാൽ വിവാഹകാലം എത്തുമ്പോൾ കൂടുതൽ ആകർഷണീയതയുണ്ടാകും എന്ന തോന്നലാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത്. തടിച്ചു കൊഴുത്ത ശരീരം പെൺകുട്ടികളുടെ സൗന്ദര്യത്തിന്റെയും സമ്പത്തിന്റെയും വിവാഹം കഴിക്കാനുള്ള ആഗ്രഹത്തിന്റെയും ഒക്കെ സൂചനയായാണ് ഇവർ കണക്കാക്കുന്നത്. ഈ ആഹാരം കഴിപ്പിക്കൽ ആചാരത്തിന് ലെബ്ലോ എന്ന് പേര് നൽകിയിട്ടുണ്ട്. 12 വയസ്സെത്തുമ്പോഴേക്കും പെൺകുട്ടികൾ 80 കിലോഗ്രാമിന് മുകളിൽ ഭാരമുള്ളവരായിരിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ചിന്ത. ഇതിനുവേണ്ടി കഴിക്കാവുന്ന പരിധിക്കപ്പുറം ഭക്ഷണം കഴിക്കാൻ ഇവർ പെൺകുട്ടികളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ആരോഗ്യമുള്ളൊരു മുതിർന്ന വ്യക്തി കഴിക്കുന്നതിനേക്കാൾ ഇരട്ടിയിലധികം കലോറികളാണ് ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികൾ കഴിക്കേണ്ടി വരുന്നത്. കൊഴുത്ത പാല്, വെണ്ണ, ഈന്തപ്പഴം, മില്ലറ്റുകൾ എന്നിവ തുടരെ ഇവർക്ക് നൽകും. വയറിൽ കൊള്ളാവുന്നതിലും അധികം ആഹാരം കഴിച്ച് ശാരീരികമായി അസ്വസ്ഥത പ്രകടിപ്പിച്ചാൽ പോലും ആചാരത്തിൽ നിന്ന് ഇവർ പിറകോട്ട് പോകില്ല. ഇനി ആഹാരം കഴിക്കാൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ലെങ്കിലോ? അങ്ങനെ പെരുമാറുന്ന പെൺകുട്ടികൾക്ക് കടുത്ത ശിക്ഷ നൽകാനും മൂർസ് വിഭാഗത്തിലെ മുതിർന്നവർ മടിക്കില്ല. വയർ നിറഞ്ഞ അവസ്ഥയാണെങ്കിൽ നിർബന്ധിച്ച് ഛർദ്ദിപ്പിച്ച ശേഷം വീണ്ടും ഭക്ഷണം നൽകാനും ഇവർ മടിക്കാറില്ല. വീടുകളിൽ വെച്ച് തന്നെ ഇടതടവില്ലാതെ പെൺകുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചാൽ അത്തരക്കാരെ മെരുക്കാൻ മാത്രമായി പ്രത്യേക ക്യാമ്പുകളും മൗറിറ്റാനിയയിലെ പല പ്രദേശങ്ങളിലും നടത്തപ്പെടുന്നുണ്ട്. പെൺകുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ പ്രത്യേക വൈദഗ്ധ്യമുള്ള മുതിർന്ന സ്ത്രീകളാണ് ഇവ നടത്തുന്നത്. ശരീരഭാരം നഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു ജോലിയും ചെയ്യാൻ പെൺകുട്ടികൾക്ക് ഈ കാലയളവിൽ അനുവാദമുണ്ടായിരിക്കില്ല. കാലത്തിനൊത്ത മാറ്റം എന്ന നിലയിൽ ക്യാമ്പുകളിൽ അയക്കാതെ ഹോർമോണുകൾ കുത്തിവെച്ചും മരുന്നുകൾ നൽകിയും പെൺകുട്ടികൾക്ക് അമിതഭാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരും ഇന്നുണ്ട്. അമിതവണ്ണമുണ്ടെങ്കിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലാണ് കുടുംബമെന്ന് സമൂഹം കരുതും എന്നതാണ് ഇങ്ങനെയൊരു ആചാരം പിന്തുടരാൻ ഇവർക്ക് പ്രേരണയാകുന്നത്. അമിതവണ്ണത്തോട് താല്പര്യം കാണിക്കുന്നത് പോലെ തന്നെ മെലിഞ്ഞ ശരീരപ്രകൃതത്തോട് വെറുപ്പ് കാണിക്കാനും ഇവർ മടിക്കാറില്ല. മെലിഞ്ഞിരിക്കുന്നത് ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും അടയാളമായാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. കയ്യും കണക്കുമില്ലാതെയുള്ള ഭക്ഷണം കഴിപ്പിക്കൽ മൂലം ഹൃദ്രോഗം, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, സങ്കീർണതകൾ നിറഞ്ഞ ഗർഭകാലം തുടങ്ങി ജീവന് തന്നെ ആപത്തായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളുമൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടുത്തെ പെൺകുട്ടികളിൽ പിടിമുറക്കുന്നു. ഇതിനു പുറമെ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കുള്ള അവകാശങ്ങളും ഇവിടെ നിഷേധിക്കപ്പെടുന്നുണ്ട്. കാലത്തിനൊത്ത മാറ്റം മൂർനസ് വിഭാഗത്തിൽപ്പെട്ടവർക്കിടയിൽ വന്നതിനാൽ നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന വിദ്യാഭ്യാസം നേടിയ വ്യക്തികൾ ഇപ്പോൾ ഈ ആചാരത്തിൽ നിന്നും പതിയെ പിന്തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സമൂഹത്തിൽ പേര് നേടുന്നതിനു വേണ്ടി പെൺമക്കളുടെ ആരോഗ്യം പൂർണ്ണമായും അപകടത്തിലാക്കിക്കൊണ്ടുള്ള ഈ രീതി ശരിയല്ല എന്ന അവബോധം നൽകാൻ പല സംഘടനകളും ശ്രമിക്കുന്നുമുണ്ട്. സന്നദ്ധ സംഘടനകൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സ്കൂൾ തലം മുതൽ തന്നെ ഇതിനെതിരെ അവബോധം നൽകുന്നു. മാധ്യമങ്ങളിലൂടെയും രാജ്യാന്തര സംഘടനകളുടെ സഹായത്തോടെയും ബോധവൽക്കരണ പരിപാടികളും ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ അനാചാരത്തിന് പൂർണ്ണമായി തടയിടാൻ സാധിച്ചിട്ടില്ല.